എല്ലാവർക്കും നമസ്കാരം. വേദാന്തം ദൈവം എന്ന ആശയത്തെ രണ്ട് രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് ബ്രഹ്മം, പരമമായ യാഥാർത്ഥ്യം. ബ്രഹ്മം എന്നത് എല്ലാ നാമരൂപങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതമാണ്, ദ ട്രാൻസെൻഡന്റൽ റിയാലിറ്റി. അതുകൊണ്ട് ബ്രഹ്മം ഏകം ഏവം അദ്വിതീയം എന്ന് ഉപനിഷത്ത് പറയുന്നു. അതാണ് ഏക സത്യം. രണ്ടാമത്തേത് ഈശ്വരൻ. അനുഭവ ലോകത്തിൽ നമ്മൾ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഈശ്വരൻ, ദ എംപിരിക്കൽ റിയാലിറ്റി. വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ മിഥ്യ ആണ്. പ്രിയമുള്ളവരെ, ഇവിടെ മിഥ്യ എന്നാൽ സത്യത്തെ ആശ്രയിച്ചു നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അല്ലാതെ ഇല്യൂഷൻ എന്നോ തെറ്റായ ഒന്ന് എന്നോ അർത്ഥമില്ല. മിഥ്യ എന്നാൽ സത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നാണ് അർത്ഥം. ഇന്നത്തെ വീഡിയോയിൽ ഈശ്വരന്റെ ശരീരത്രയങ്ങളും 6 ഗുണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, വേദാന്തത്തിന്റെ ദൈവസങ്കല്പം എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മൾ ദൈവം ആരാണ് എന്ന വീഡിയോയിലാണ് ഈ വിഷയം ആരംഭിച്ചത്. ആ വീഡിയോയിൽ വേദാന്തത്തിന്റെ 3 ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൽ ബ്രഹ്മത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈശ്വര സങ്കല്പം കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം. ഈ വീഡിയോ എന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ നോക്കാം. കാരണം അതാണ് നമ്മളുടെ അടിസ്ഥാന ജ്ഞാനം. ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരനിലേക്ക് എത്തുന്ന ഒരു സൂത്രവാക്യം നമ്മൾ മനസ്സിലാക്കി. നിർഗുണമായ ബ്രഹ്മത്തിൽ സൃഷ്ടിശക്തിയായ മായ ചേരുമ്പോൾ ഗുണങ്ങളുള്ള ഈശ്വരൻ ഉണ്ടാകുന്നു. അപ്പോൾ ബ്രഹ്മൻ പ്ലസ് മായ ഈക്വൽ ടു ഈശ്വര. ഈശ്വരൻ മായാശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈശ്വരൻ പ്ലസ് മായ ഈക്വൽ ടു സൃഷ്ടി. ഈ 2 ഫോർമുലകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി. ബ്രഹ്മം മാത്രമേ ഉള്ളുവെങ്കിൽ പിന്നെ ഈശ്വരനെ എന്തിനാണ് അവതരിപ്പിക്കുന്നത്? എന്താണ് ഈശ്വരന്റെ ആവശ്യകത? നമ്മൾ കളിമണ്ണിന്റെയും പാറക്കല്ലിന്റെയും ഉദാഹരണത്തോടെ അതിനും വ്യക്തമായ ഉത്തരം നൽകി. ഒരു കളിമൺ കൂമ്പാരം നോക്കി ഒരു കുടം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. കളിമണ്ണ് മനോഹരമായ പാത്രം ആവണമെങ്കിൽ ഒരു വസ്തുവും ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ആ വസ്തുവിനെ പാത്രമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സൃഷ്ടാവും വേണം. അതേപോലെ നിർഗുണവും അകർത്താവുമായ ബ്രഹ്മം നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വേദാന്തം സൃഷ്ടാവായ ഈശ്വരനെ അവതരിപ്പിക്കുന്നത്. അടുത്തത് ഉപനിഷത്തിന്റെ ഈശ്വര നിർവചനം നമ്മൾ മനസ്സിലാക്കി. അഭിന്ന നിമിത്ത ഉപാദാന കാരണം. അതായത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ ഉപാദാനം, വസ്തു കാരണവും മെറ്റീരിയൽ കോസ്, നിമിത്തം, ഇന്റലിജന്റ് കോസ് ആണ്. മാത്രവുമല്ല ഈശ്വരിൽ നിന്ന് അഭിന്നമായി യാതൊന്നും പ്രപഞ്ചത്തിലില്ല. വേദാന്തത്തിന്റെ സൃഷ്ടി എന്ന സങ്കല്പത്തിന് 2 പ്രധാന കാരണങ്ങൾ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി. മെറ്റീരിയൽ പ്ലസ് ഇന്റലിജൻസ്. മറ്റു മതങ്ങളിൽ നിന്ന് വേദാന്തത്തിന്റെ ദൈവസങ്കല്പവും സൃഷ്ടി സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഈശ്വരന്റെ പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ്, ത്രിമൂർത്തി സങ്കല്പവും നമ്മൾ കണ്ടു. സൃഷ്ടി, സ്ഥിതി, ലയം. പ്രിയമുള്ളവരെ, ഇത് 3 ഈശ്വരന്മാരല്ല, മറിച്ച് ഒരു ഈശ്വരന്റെ 3 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ 3 ഭാവങ്ങളാണ്, ഗുണങ്ങളാണ്. ഈ 3 പ്രവർത്തനങ്ങൾ വളരെ ചെറിയ വസ്തു മുതൽ വളരെ വലിയ വസ്തു വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാതും ജനിക്കുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമ ഈ എല്ലാ കാര്യങ്ങളും ലോജിക്കലായി മനസ്സിലാക്കാൻ വേണ്ടി വേദാന്തം അവതരിപ്പിക്കുന്നു. അതാണ് നമ്മുടെ സ്വപ്നത്തിന്റെ ഉദാഹരണം. ഈശ്വരൻ, ബ്രഹ്മം, പ്രപഞ്ചം, മായ, സൃഷ്ടി, സ്ഥിതി, ലയം, അഭിന്ന നിമിത്ത ഉപാദാനം എല്ലാം ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു മനുഷ്യൻ കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുകയാണെന്ന് സങ്കല്പിക്കൂ. ആ കിടക്കുന്ന വ്യക്തിയെ ബ്രഹ്മത്തിനോട് ഉപമിക്കാം, ദ അണ്ടർലൈങ് റിയാലിറ്റി. മായ എന്ന അത്ഭുതകരമായ ശക്തിയിൽ അയാൾ ഒരു സ്വപ്ന ലോകം അല്ലെങ്കിൽ ഒരു സ്വപ്ന പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. നമ്മളും ഉറക്കത്തിൽ ഇതുപോലെയുള്ള സ്വപ്ന ലോകങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ഈ സ്വപ്ന പ്രപഞ്ചത്തിന്റെ ഈശ്വരനാണ് ഇപ്പോൾ ആ വ്യക്തി. ഇനി വേദാന്ത നിർവചനം അഭിന്ന നിമിത്ത ഉപാദാന കാരണം നോക്കൂ. ഈ സ്വപ്ന പ്രപഞ്ചത്തിന്റെ വസ്തു കാരണം ആരാണ്?
ഈ ഈശ്വരനാണ്. ബുദ്ധി കാരണം ആരാണ്? അതേ ആ സ്വപ്നം കാണുന്ന വ്യക്തി തന്നെയാണ്. ഇനി ഈ സ്വപ്ന പ്രപഞ്ചം അയാളിൽ നിന്ന് അഭിന്നമല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ സ്വപ്ന ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും ലയവും അയാളിൽ തന്നെയാണ്. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്വപ്ന ലോകത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. ആ കഥാപാത്രത്തിന് ഈ സ്വപ്ന ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു പക്ഷേ ഈശ്വരനായിരിക്കാം. എന്നാൽ ആ കഥാപാത്രത്തിന് ആ കിടക്കയിൽ കിടന്നുറങ്ങുന്ന ആ വ്യക്തിയെ ഒരിക്കലും സങ്കല്പിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. ഇതേപോലെ ബ്രഹ്മം മായയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈശ്വരനായി പ്രത്യക്ഷപ്പെടുന്നത്. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒടുവിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഈ സ്വപ്നം കാണുന്ന വ്യക്തിയും സ്വപ്ന ലോകവും പൂർണ്ണമായി ആരെയാണ് ആശ്രയിക്കുന്നത്? കട്ടിലിൽ ഉറങ്ങുന്ന ആളിനെ. അതേപോലെ ഈശ്വരനും പ്രപഞ്ചവും പൂർണ്ണമായി ബ്രഹ്മത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഈശ്വരൻ മിഥ്യ എന്ന് പറഞ്ഞത്, ബ്രഹ്മം സത്യം എന്ന് പറഞ്ഞത്. മിഥ്യ എന്നാൽ സത്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, ഈശ്വരൻ, ബ്രഹ്മം എന്നതിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ വളരെ രസകരമായ ഒരു ചോദ്യം ചോദിക്കാം. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഈശ്വരന് ശരീരവും മനസ്സും ഉണ്ടോ? ഉപനിഷത്തുക്കളുടെ ഉത്തരം ഉണ്ട് എന്നാണ്. എന്നാൽ നമ്മുടെ ശരീരം പോലെ പരിമിതമായ ഒരു ശരീരമല്ല, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെയാണ് ഈശ്വരന്റെ ശരീരം. മുണ്ടക ഉപനിഷത്തിന്റെ വളരെ കാവ്യാത്മകമായ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത്, അഗ്നി എന്നത് ഈശ്വരന്റെ തലയാണ്, ചന്ദ്രനും സൂര്യനും ഈശ്വരന്റെ 2 കണ്ണുകളാണ്, ദിക്കുകൾ ഈശ്വരന്റെ ചെവികളാണ്, വേദം എന്ന് പറയുന്നത് ഈശ്വരന്റെ വാക്കുകളാണ്, ഈശ്വരന്റെ പാദമാണ് ഭൂമി. നോക്കൂ, ഉപനിഷത്തുക്കൾ വളരെ മനോഹരമായി ഈശ്വരനെ വർണ്ണിക്കുന്നു. ഇതാണ് ഹിന്ദു മതത്തിൽ കല്ലിനെയും മരത്തിനെയും പുഴയെയും പക്ഷിമൃഗാദികളെയും എല്ലാവരെയും ആരാധിക്കുന്നതിന്റെ രഹസ്യം. കാരണം അതെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഇനി ഈശ്വരന്റെ ശരീരത്രയത്തെക്കുറിച്ച് വേദാന്തം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ മുൻപിലത്തെ വീഡിയോകളിൽ ശരീരത്രയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കർമ്മ നിയമങ്ങളുടെ വീഡിയോ സീരീസിലാണിത്. നമുക്ക് 3 ശരീരങ്ങൾ ഉണ്ടെന്ന് വേദാന്തം പഠിപ്പിക്കുന്നു. ആദ്യത്തേത് സ്ഥൂല ശരീരം, നമ്മുടെ ഫിസിക്കൽ ബോഡി. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നമുക്കിതിനെ താരതമ്യം ചെയ്യാം. അടുത്തത് സട്ടിൽ ബോഡി, സൂക്ഷ്മ ശരീരം. ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പോലെയാണിത്. മൂന്നാമത്തേത് കാരണ ശരീരം. ആദ്യത്തെ 2 ശരീരങ്ങൾക്കും കാരണമായിട്ടുള്ള ഇതാണ് ഈ ശരീരം. ഇത് വളരെ സൂക്ഷ്മവും അവ്യക്തവുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ എല്ലാ ശരീരങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? അത് ബ്രഹ്മമാണ്. ഇതുപോലെ വേദാന്തം ഈശ്വരനും 3 ശരീരങ്ങളുണ്ടെന്ന് പറയുന്നു. അതിന് വേദാന്തം നിർവചനങ്ങളും നൽകിയിട്ടുണ്ട്. ഈശ്വരന്റെ സ്ഥൂല ശരീരത്തെ വിരാട് രൂപം എന്ന് പറയുന്നു. ഈശ്വരന്റെ സൂക്ഷ്മ ശരീരത്തെ ഹിരണ്യഗർഭം എന്ന് പറയുന്നു. ഈശ്വരന്റെ കാരണ ശരീരത്തെ അന്തർയാമി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. ഇനി ഈ 3 ശരീരത്തിന്റെയും ഈശ്വരന്റെയും അടിസ്ഥാനം എന്താണ്? അത് ബ്രഹ്മമാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഈശ്വരന്റെ 3 ശരീരങ്ങൾ നമ്മുടെ ശരീരം പോലെയല്ല, മറിച്ച് എല്ലാം അനന്തമാണ്, ലിമിറ്റ്ലെസ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും സ്ഥൂല ശരീരം കൂടിച്ചേർന്നതാണ് ഈശ്വരന്റെ സ്ഥൂല ശരീരം. വേദാന്തം അതിനെ വിരാട് എന്ന് വിളിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൂക്ഷ്മ ശരീരങ്ങളുടെയും ആകത്തുകയാണ് ഈശ്വരന്റെ സൂക്ഷ്മ ശരീരം. വേദാന്തം അതിനെ ഹിരണ്യഗർഭം എന്നാണ് പറയുന്നത്. ദ ഗോൾഡൻ വൂംബ്, സൂക്ഷ്മ പ്രപഞ്ചമാണിത്. ഇനി ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാരണ ശരീരങ്ങളുടെയും ആകത്തുകയാണ് അല്ലെങ്കിൽ ടോട്ടൽ കോസൽ ബോഡിയാണ് ഈശ്വരന്റെ കാരണ ശരീരം. അതിനെ അന്തർയാമി എന്ന് വിളിക്കുന്നു. നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. വിരാട് എന്നത് ഈശ്വരന്റെ ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരമാണ്. നമ്മൾ ഈശ്വര നിർവചനം മനസ്സിലാക്കി. നാം കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരന്റെ ശരീരമാണ്. വേദാന്തം പറയുന്നത് പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, മരം, കല്ല്, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യർ, ജീവജാലങ്ങൾ എല്ലാം ഈശ്വരന്റെ ശരീരങ്ങളാണ്. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്.
ഇതാണ് ഹിന്ദുയിസത്തിൽ പർവ്വതത്തെയും നദികളെയും മരത്തെയും കല്ലിനെയും എല്ലാം ആരാധിക്കാൻ കാരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആളുകൾ പരസ്പരം കാണുമ്പോൾ നമസ്തേ എന്നും നമസ്കാരം എന്നും പറയുന്നു. എന്താണ് അതിന്റെ ശരിയായ അർത്ഥമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ എന്നാൽ നമിക്കുന്നു, തേ എന്നാൽ നിന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ, നമസ്തേ എന്നാൽ നിന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു. നിന്റെ ശരീരത്തെയോ നിന്റെ ജോലിയെയോ നിന്റെ ബാക്ക്ഗ്രൗണ്ടിനെയോ ഒന്നുമല്ല ഞാൻ നമിക്കുന്നത്, മറിച്ച് നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളുടെ ഈശ്വര ചൈതന്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, എത്ര മഹത്തായ വിശാലമായ ഒരു കാഴ്ചപ്പാടാണത്. ഓരോന്നിനെയും ഈശ്വരനായി കാണുന്നത്. ദൈവം എന്നത് ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്ന സങ്കല്പമല്ല, മറിച്ച് ഈ ലോകം മുഴുവനും ദൈവമാണ് എന്ന ദർശനത്തിലേക്കാണ് വേദാന്തം നമ്മളെ നയിക്കുന്നത്. മറ്റു മതങ്ങൾ ഇവിടെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേദാന്തം ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അടുത്തത് ഹിരണ്യഗർഭം. ഹിരണ്യം എന്ന വാക്കിന് സ്വർണം എന്നാണ് അർത്ഥം. ഗർഭം എന്ന വാക്കിന് ഗർഭപാത്രം എന്ന് തന്നെയാണ് അർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത് പോലെ ഈ പ്രപഞ്ചവും സൂക്ഷ്മമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് അത് സ്ഥൂല പ്രപഞ്ചമായി തീരുന്നു. ഓരോ വ്യക്തിയുടെ മനസ്സും ബുദ്ധിയും ചിന്തകളും ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സ്, ബുദ്ധി, ചിന്തകൾ, സൂക്ഷ്മ ശരീരങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്നാൽ അതാണ് ഈശ്വരന്റെ മനസ്സ്. ആ സൂക്ഷ്മ പ്രപഞ്ചത്തിനെ ഹിരണ്യഗർഭം എന്ന് വിളിക്കുന്നു, ദ കോസ്മിക് മൈൻഡ്. മൂന്നാമത്തെ അവസ്ഥയാണ് അന്തർയാമി. അന്തർ എന്നാൽ ഉള്ളിൽ എന്നാണ് അർത്ഥം. യാമി എന്നാൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അന്തർയാമി എന്നത് ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടു, നമസ്കാരം എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഈശ്വര ചൈതന്യം ഉണ്ട്. അത് നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇത് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ തലത്തിലാണുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈശ്വരന്റെ 3 ശരീരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഈ 3 അവസ്ഥകൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നോക്കാം. ഇതിലൂടെ സൂക്ഷ്മമായ ബ്രഹ്മം എങ്ങനെ സ്ഥൂല പ്രപഞ്ചമായി വികസിക്കുന്നു എന്നും വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. ബ്രഹ്മം എന്ന വീഡിയോയിൽ ചാന്തോക്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ പറയുന്നത് സദേവ സൗമ്യ ഇദം അഗ്രേ ആസീത് ഏകം ഏവം അദ്വിതീയം എന്നാണ്. അതായത് സത് ഏവം, സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോൾ? ഇദം അഗ്രേ, ഏറ്റവും ആദ്യം. ഇവിടെ സൃഷ്ടി നടക്കുന്നതിന് മുൻപ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാക്കുന്നതിന് മുൻപ് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബ്രഹ്മം മായയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ ബ്രഹ്മം ഈശ്വരനായി മാറി. അതാണ് അന്തർയാമി എന്ന അവസ്ഥ. നിർഗുണവും അകർത്താവുമായ ബ്രഹ്മം ക്രിയേറ്റീവ് കപ്പാസിറ്റി, സൃഷ്ടിശക്തിയായ മായയുമായി ചേരുമ്പോൾ ഈശ്വരൻ അന്തർയാമി ഉണ്ടാകുന്നു. അതിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചം രൂപപ്പെടുന്നു. അതാണ് ഹിരണ്യഗർഭം. തുടർന്ന് സൂക്ഷ്മ പ്രപഞ്ചം സ്ഥൂല പ്രപഞ്ചമായി മാറുന്നു. അതാണ് വിരാട്. ഞാൻ, നിങ്ങൾ, നമ്മൾ കാണുന്ന സകലതും ഈശ്വരന്റെ വിരാട് രൂപങ്ങളാണ്. ഇതാണ് വേദാന്തം വിവരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വികാസ ക്രമം. നമ്മൾ ഈശ്വരന്റെ ശരീരത്രയം മനസ്സിലാക്കി. ഇനി വേദാന്തം ഈശ്വരനെ 6 ഗുണങ്ങളോട് കൂടി അവതരിപ്പിക്കുന്നു. ഷഡ്ഗുണ സമ്പന്നൻ എന്നാണ് അതിന് പറയുന്നത്. 6 ഗുണങ്ങൾ അടങ്ങിയ പൂർണ്ണനായിട്ടാണ് ഈശ്വര സങ്കല്പത്തെ വേദാന്തം അവതരിപ്പിക്കുന്നത്. ആ 6 ഗുണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗുണം ജ്ഞാനം. ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അടുത്തത് ബലം, അനന്തമായ ശക്തിയുള്ള ആളാണ് ഈശ്വരൻ. അടുത്തത് ഐശ്വര്യം, പരിപൂർണമായ ആധിപത്യം ഈശ്വരനുണ്ട്. അടുത്തത് ശക്തി, അനന്തമായ സൃഷ്ടി സ്ഥിതി ലയ ശക്തി ഉള്ള ആളാണ് ഈശ്വരൻ. അടുത്തത് വീര്യം. വീര്യം എന്നാൽ ഒരിക്കലും തളരാത്ത അല്ലെങ്കിൽ ക്ഷയിക്കാത്ത പ്രവർത്തന ശക്തിയെയാണ് ഉദ്ദേശിക്കുന്നത്. അവസാനമായി തേജസ്, ദിവ്യപ്രകാശമായ മഹത്വത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തെ ഗുണം ജ്ഞാനമാണ്. ഈശ്വരനെ സർവജ്ഞൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാം അറിയുന്നവൻ. ഈ പ്രപഞ്ചത്തിലെ ഒരു കാര്യവും ഈശ്വരൻ അറിയാതെ സംഭവിക്കുന്നില്ല.
പ്രകൃതിയുടെ ചലനവും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഈശ്വരൻ അറിയുന്നു. അടുത്തത് ബലം. ബലം എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന അനന്തമായ ധാരണ ശക്തിയാണ്. ധർമ്മം എന്ന വാക്ക് നമ്മളിവിടെ ഓർമ്മിക്കണം. ധൃ എന്ന ധാതു, അതായത് കൂട്ടിച്ചേർത്ത് നിൽക്കുക, താങ്ങി നിൽക്കുക എന്ന അർത്ഥത്തിൽ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ ഒന്നിച്ചു ചേർക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നു. അടുത്ത ഗുണം ഐശ്വര്യം. ഐശ്വര്യം എന്നത് പരിപൂർണ ആധിപത്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഇതെല്ലാം ഈശ്വരൻ നിയന്ത്രണത്തിലാണ്. സമയം, സ്ഥലം, പ്രകൃതി, കർമ്മനിയമം, ജനനം, മരണം എല്ലാം ഈശ്വരന്റെ നിയമത്തിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് ശക്തി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും ലയിപ്പിക്കാനുമുള്ള ഈശ്വരന്റെ അനന്തമായ ശക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനെയാണ് മായാശക്തി എന്ന് പറയുന്നത്. കർത്തും അകർത്തും അന്യഥാകർത്തും ആണ് ഈശ്വരൻ. അതായത് ഈശ്വരന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തതിനെ മാറ്റി ചെയ്യാൻ കഴിവുള്ള ആളാണ് ഈശ്വരൻ. അടുത്ത ഗുണമാണ് വീര്യം. വീര്യം എന്നത് ഒരിക്കലും ക്ഷയിക്കാത്ത ശക്തിയാണ്. നമ്മൾ ജോലി ചെയ്താൽ ക്ഷീണിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കാലക്രമേണ കേടാവുകയും ക്ഷയിക്കുകയും ചെയ്യും. പക്ഷെ ഈശ്വരന്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല എന്ന് വേദാന്തം പറയുന്നു. അവസാനത്തെ ഗുണം തേജസ്. തേജസ് എന്നത് ദിവ്യ പ്രകാശമാണ്. നാം കാണുന്ന എല്ലാ പ്രകാശവും ഈശ്വരന്റെ പ്രതിഫലനമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും വളരെ മനോഹരമായി സംഗ്രഹിക്കുന്ന ഒരു ഭഗവത്ഗീത ശ്ലോകമുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. 18-ാം അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകമാണിത്. ശ്ലോകം ഇതാണ്: ഈശ്വര സർവഭൂതാനാം ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, അർജുന, ഈശ്വരൻ സർവഭൂതങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദ്ദേശേ ഹൃദയത്തിൽ തിഷ്ഠതി വസിക്കുന്നു, ഭ്രാമയൻ അവരുടെ ചലനത്തിനും കാരണമാകുന്നു, സർവഭൂതാനി എല്ലാ ജീവജാലങ്ങളെയും ഒരു യന്ത്രം, ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് പോലെ എൻ്റെ മായാശക്തിയിൽ ഞാൻ അവരെ പ്രവർത്തിപ്പിക്കുന്നു. അതായത് ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. മായയുടെ ശക്തി കൊണ്ട് ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് അവരെ ജീവിതത്തിൽ നയിക്കുന്നു. ഇനി ഈ ശ്ലോകം നമ്മൾ ആഴത്തിൽ ശ്രദ്ധിച്ചാൽ ഈശ്വരന്റെ അന്തർയാമി എന്ന സങ്കല്പം, ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഈശ്വര ശക്തി എന്ന ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഹൃദ്ദേശേ തിഷ്ഠതി എന്നാൽ ഈശ്വരൻ ദൂരെയല്ല, പുറത്തല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സന്നിഹിതനാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് വേദാന്ത സങ്കല്പം മറ്റു മതങ്ങളുടെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. മറ്റു മതങ്ങളിൽ സൃഷ്ടാവ് ഒരു സൃഷ്ടി നടത്തിയതിനു ശേഷം ദൂരെ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ സ്വർഗത്തിലാകാം, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലാകാം. എന്നാൽ വേദാന്തത്തിൽ ഒരു സൃഷ്ടാവ്, അതായത് ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ വേറിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് ഈശ്വരൻ തന്നെയായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വ്യാവഹാരിക തലത്തിൽ സൃഷ്ടിയും സ്ഥിതിയും ലയവും നടത്തുന്ന മായാശക്തിയുള്ള ഈശ്വരനാണ്. അത് ബ്രഹ്മം തന്നെയാണ്. ഈശ്വരന്റെ 3 ശരീരങ്ങൾ, വിരാട്, ഹിരണ്യഗർഭം, അന്തർയാമി നമ്മൾ മനസ്സിലാക്കി. ഈശ്വരന്റെ 6 ഗുണങ്ങളും നമ്മൾ കണ്ടു. ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മമാണ്. ജീവന്റെ, അതായത് നിങ്ങളുടെയും എന്റെയും യഥാർത്ഥ സ്വരൂപവും ബ്രഹ്മം തന്നെയാണ്. അതാണ് ഉപനിഷത്ത് വാക്യം തത്വമസി. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.